ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ കണക്കെടുക്കുന്നത് 12 വർഷം എന്നുള്ളതാണ്. ആ 12 വർഷത്തിനുള്ളിൽ ആ ശരീരത്തിലുള്ള ആ രോഗാവസ്ഥ മാറും എന്നാണ് പറയുക. ആ ശരീരത്തിൽ ഒരു ചലനം സംഭവിക്കുമ്പോഴാണ് ആ രോഗത്തിൻ്റെ അവസ്ഥകൾ മാറുന്നത് മനുഷ്യ ശരീരത്തിൽ. അതേപോലെ തന്നെയാണ് ദേവശരീരത്തിലും ആ അവസ്ഥകൾ മാറ്റങ്ങളുണ്ടാവും. പക്ഷേ ദേവശരീരം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ നിന്നും തികച്ചും ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് അതിനെ സ്ഥിരമായി പ്രതിഷ്ഠിക്കുന്നതാണ് ദേവശരീരം. മനുഷ്യ ശരീരം ചരരാശിയാണ്, ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് മനുഷ്യ ശരീരം. സ്ഥിരമായി പ്രതിഷ്ഠിക്കുന്ന ആ ദേവശരീരത്തിൽ ആ ചൈതന്യത്തിന് ഇളക്കം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ദോഷമായിട്ടാണ് നമ്മൾ പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ രോഗാവസ്ഥ മാറുന്നത് പോലെയല്ല ദേവശരീരത്തിലെ ആ ചൈതന്യത്തിന് മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഒരു വൈദ്യുതി കമ്പിയിൽ കൂടെ ഇലക്ട്രിസിറ്റി പ്രവഹിക്കുന്നത് പോലെ തന്നെയാണ് ആ ദേവശരീരത്തിൽ ആ ചൈതന്യം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഒരവസ്ഥ ഈ ശ്രീകോവിലിൻ്റെ അടിയിലാണ്. ഷടാധാരം എന്ന് പറയുന്ന 6 അവസ്ഥകളോട് കൂടിയിട്ടാണ് ഒരു ക്ഷേത്രം നിർമ്മിക്കുക. ആ ഷടാധാരത്തിൽ നിന്നാണ് ആ വൈദ്യുതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ആ ചൈതന്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ആ ബിംബത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ചൈതന്യമാണ് പിന്നീട് ആ ചൈതന്യത്തിനെയാണ് പിന്നീട് ഒരു തന്ത്രി എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ ആചാര്യസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് തന്ത്രി എന്ന് പറയുന്നത്. തന്ത്രം എന്ന് പറയുന്നത് അറിവിനെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിലും അറിവുള്ള ഏത് വ്യക്തിയെയും തന്ത്രി എന്ന് സൂചിപ്പിക്കാം എന്നാണ് പറയുന്നത്. ഈ കർമ്മങ്ങളിൽ അറിവുള്ള വ്യക്തിയെയാണ് തന്ത്രി എന്ന് ക്ഷേത്രത്തിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം, അദ്ദേഹത്തിൻ്റെ തപശക്തി കൊണ്ട് അർച്ചകസ്യ പ്രഭാവേന ശിലാഭവതി ശങ്കര എന്ന ആ ധ്യാനത്തോടു കൂടിയിട്ട് അർച്ചകന്റെ പ്രഭാവം കൊണ്ട് ശില ശങ്കരനായി ഭവിക്കും എന്നുള്ള ആ ധ്യാനത്തോടു കൂടിയിട്ട് അദ്ദേഹം ലോകാനുഗ്രഹ ഹേത്വർത്ഥം സ്ഥിരീഭവ സുഖായ എന്ന സങ്കല്പത്തിൽ അദ്ദേഹം ദേവപ്രതിഷ്ഠ ചെയ്യുക. അങ്ങനെ ആ ദേവപ്രതിഷ്ഠ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആ ദേവന്റെ ചൈതന്യത്തിനെ നിലനിർത്തിക്കൊണ്ടിരിക്കേണ്ടത് ആ ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ടുള്ള നിവാസികളാണ്. അതിനാണ് 5 കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയുന്നത്. ആചാര്യ തപസാംനായ ജപേന നിയമേന ച ഉത്സവ അന്നദാനേന ക്ഷേത്രവൃദ്ധിസ്തു പഞ്ചത. അത് ആദ്യമായിട്ട് പറയുന്നത് ആചാര്യ തപസ്സാണ്. ആചാര്യ തപസ് എന്ന് പറയുന്നത് നിത്യപൂജ എന്നുള്ളതാണ്. ആ നിത്യപൂജ സ്ഥിരമായിട്ട് കൃത്യസമയങ്ങളിൽ ചെയ്യുന്ന ക്ഷേത്രമാണെങ്കിൽ ആ ചൈതന്യത്തിന് ലോപം സംഭവിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ ആമ്ലജപങ്ങൾ എല്ലാ ദിവസങ്ങളിലും നാമങ്ങൾ ജപിക്കുക. ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ മുമ്പിലിരുന്ന് നാമജപങ്ങൾ, സങ്കീർത്തനങ്ങൾ നമ്മൾ ജപിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ആ ചൈതന്യത്തിന് ലോപം സംഭവിക്കില്ല എന്നുള്ളതാണ്. പിന്നെ ഉത്സവങ്ങൾ അതാത് കാലങ്ങളിൽ അതാത് കൊല്ലവർഷങ്ങളിൽ ചെയ്യേണ്ടതായിട്ടുള്ള ദേവിക്കും ദേവന്മാർക്കും ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഉത്സവ രീതികൾ നമ്മൾ ഇവിടെ ചെയ്യാം. അത് സമയങ്ങളിൽ ധാരാളം അന്നദാനങ്ങൾ ചെയ്യാം. അങ്ങനെ നിയമങ്ങൾ, ഈ ക്ഷേത്രത്തിലേക്ക് കടക്കുന്നതിനായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്, ക്ഷേത്ര ആചാരങ്ങളുണ്ട്. ആ ആചാര മര്യാദയോടുകൂടി നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിന് അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാണ് ആചാര്യന്മാർ നമ്മളെ ഉപദേശിച്ചിരിക്കുന്നത്. എങ്കിൽ തന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എങ്കിലും ചില മനുഷ്യനാണ് നമ്മൾ ചെയ്യുന്നത്. മനുഷ്യനിൽ പല ഭാവങ്ങളുമുണ്ട്. ആ ഭാവങ്ങളിൽ കൂടെ ചെയ്യുന്ന ആ പൂജയിലോ നമ്മൾ പ്രാർത്ഥനയിലോ ഭക്തിയിലോ ഏതെങ്കിലും വിധത്തിലുള്ള അപരാധങ്ങൾ ആ ദേവനിലോ ദേവിയിലോ സംഭവിക്കാം എന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിന് വേണ്ടതായുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ആ പരശരീരമാകുന്ന ശ്രീകോവില്, ആ ക്ഷേത്രത്തിൻ്റെ 4 അമ്പലങ്ങൾ, ആ 4 അമ്പലത്തിനൊക്കെ ഓരോ ദേവന്റെ കൈകാലുകൾ, അതുപോലെ ശിരസ്, ഹൃദയം, ഇങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് കാണിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളിലെല്ലാം കേടുകൾ പറ്റിക്കഴിഞ്ഞാൽ അതിന് എത്രയും വേഗം ജീർണോദ്ധാരണ പ്രവർത്തനം ചെയ്യണം.
അതിനെ മാറ്റിയെടുക്കണം എന്നാണ്. നമ്മളുടെ കയ്യിന് എന്തെങ്കിലും ഒരു കേടുപാട് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും അവസ്ഥ, അതേപോലെ തന്നെയാണ് ആ ദേവനിലേക്കും ഉണ്ടാവുക. അങ്ങനെ വരുന്ന സമയത്ത് ആ ആ ചൈതന്യത്തിന് ലോപങ്ങൾ സംഭവിക്കും. ആ ചൈതന്യം പ്രവഹിക്കില്ല. ആ ക്ഷേത്രത്തിൻ്റെ തട്ടകത്തിലെ ആ നിവാസികൾക്ക് അത് ദോഷമായിട്ട് ഭവിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളിലെ ആദ്യമായിട്ടുള്ള കർമ്മമാണ് ഇവിടെ വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. നമ്മളിൽ നിന്നും എത്രയോ മടങ്ങ് വലുപ്പമാണ് ഒരു ദേവശരീരത്തിനുള്ളത്. ആ ദേവിയുടെ മുമ്പിൽ വെച്ച് നമ്മൾ അറിഞ്ഞോ അറിയാതെയായിട്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള അപരാധങ്ങൾ ഈ ക്ഷേത്രത്തിലോ ഈ ക്ഷേത്ര നിവാസികൾക്കോ ഈ ക്ഷേത്രത്തിൽ ചെയ്യുന്ന വ്യക്തികൾക്കോ ദേവന്മാരോട് ചെയ്യുന്ന വ്യക്തികൾക്കോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്നുള്ള ആ പ്രാർത്ഥനയാണ് ഇവിടെ ചെല്ലാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മം നമ്മൾ ഒരു മൂല്യമുള്ള വസ്തു ആ ദേവിയിലേക്ക് സമർപ്പിക്കുകയാണ് വേണ്ടത്. മൂല്യമുള്ള വസ്തു എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിട്ട് അതിൽ നിന്നും എന്തെങ്കിലും കിട്ടുന്ന വസ്തുവാണ് മൂല്യമുള്ള വസ്തു എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് പൈസയ്ക്കാണ് ഇപ്പോൾ മൂല്യമുള്ള വസ്തു എന്ന് പറയുന്നത്. ആ പൈസ അത് നമ്മൾ എണ്ണാതെ കയ്യിൽ പിടിച്ച് നമ്മളോ നമ്മളുടെ പൂർവികന്മാരോ ചെയ്തതായിട്ടുള്ള എല്ലാ പാപദുരിതങ്ങളും ഈ പ്രാർത്ഥനയോടുകൂടി പുറത്ത് ദേവി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് സങ്കല്പിച്ച് മുമ്പിൽ വെച്ചിരിക്കുന്നതായിട്ടുള്ള ആ പട്ടില് എല്ലാവരും മനസ്സുകൊണ്ട് മനസാ വാച കർമ്മണ ഏതെങ്കിലും വിധത്തിലുള്ള എല്ലാ ദോഷങ്ങളും തീരണമെന്ന് സങ്കല്പിച്ച് ശരീരത്തിൽ 3 പ്രാവശ്യം മുഴിഞ്ഞ് ആ പട്ടിലേക്ക് ഇടുകയാണ് വേണ്ടത്. മനസ്സുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം എന്ന് പറയുന്ന കർമ്മം. അങ്ങനെ ആ വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം ചെയ്ത് ദേവിയുടെ മുമ്പിൽ വെച്ച് നമ്മളെല്ലാവരും കൂടി പ്രാർത്ഥിച്ച് ആ ജീർണോദ്ധാര പ്രവർത്തനങ്ങൾക്കായി കൊണ്ട് നമ്മൾ സമയം നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത്. ആ ചെയ്യുന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ ആചാര്യന്മാരായിട്ടുള്ള ആ വ്യക്തികളുടെ മുമ്പിൽ വെച്ചിട്ടാണ് അത് ആ കർമ്മം ചെയ്യേണ്ടത്. അപ്പോൾ അതിലേക്കായിട്ട് എല്ലാവരും ആദ്യം ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥന്മാർ ഓരോരുത്തരായിട്ട് ആ പട്ടിലേക്ക് ആ പൈസ നിക്ഷേപിക്കുക. അതുപോലെ ഈ ദേശത്തെ നിവാസികൾ ഓരോരുത്തരായിട്ട് സമർപ്പിക്കുക. എല്ലാവരും ഒരേ മനസ്സോട് കൂടിയിട്ട് വേണം ആ കർമ്മം ചെയ്യാൻ. ഈ ക്ഷേത്രം അഭിവൃദ്ധിപ്പെട്ടു കഴിഞ്ഞാൽ ഈ നാടിനാണ്, ഈ നാട്ടുകാർക്കാണ് എല്ലാത്തിൻ്റെയും ഐശ്വര്യം ഉണ്ടാവുക. ആ ഒരു സങ്കല്പത്തോട് കൂടിയിട്ട് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന സങ്കല്പത്തോട് കൂടിയിട്ട് നമ്മൾ എണ്ണാൻ പാടില്ല എന്നാണ് പറയുക. എണ്ണാതെ ആ പൈസ എടുത്ത് നാം ആ പട്ടിലേക്ക് ഇടുകയാണ് വേണ്ടത്. അതാണ് എല്ലാവരും ഒന്ന് ചെയ്യുന്നത്.